ടാബ്ലറ്റോ? അതെ, ഒരു പക്ഷേ ആ ടാബ്ലറ്റ്സിലൂടെ ആയിക്കൂടെ വിഷം ഉള്ളിൽ ചെന്നത്. അതെങ്ങനെ ശരിയാവും സാർ? അത് ഫാർമസിയിൽ നിന്ന് വാങ്ങിയതല്ലേ, അതിലെങ്ങനെ? സ്ഥിരം വാങ്ങുന്ന ഫാർമസി, സ്ഥിരം കഴിക്കുന്ന ടാബ്ലറ്റ് എന്തുകൊണ്ട് ചേർത്തുകൂടാ? അത് ശരിയാ. എന്നാലും കൊലയാളി ഉദ്ദേശിക്കും പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരും സാർ. ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തേടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ആ ടാബ്ലറ്റ്സിൽ പോയിസൺ അടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതെ, വിനയ് എത്രയും വേഗം ചന്ദ്രൻ്റെ വീട്ടിൽ ചെല്ലണം. അയാൾ മരിക്കുന്നതിന് തലേ ദിവസം കഴിച്ച മെഡിസിൻസ് എല്ലാം ടെസ്റ്റ് ചെയ്യണം. മിസ്സാകരുത് ഒന്നും. സാർ, നമ്മൾ വിചാരിച്ചതുപോലെ സംഭവിച്ചാൽ കൊലയാളിയിലേക്കുള്ള ദൂരം കുറഞ്ഞു കിട്ടും. എന്നാൽ പിന്നെ താൻ പൊക്കോ. ഓക്കെ സാർ. അടുത്ത ദിവസം. സാർ, സാറിൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. മെഡിസിൻസിൽ പോയിസണിൻ്റെ സാന്നിധ്യമുണ്ട്. റിയലി? അതെ സാർ. ടാബ്ലറ്റിലും ചുമയ്ക്കു വേണ്ടി കുടിച്ച സിറപ്പിലും രണ്ടിലും പോയിസൺ കണ്ടെത്തിയിട്ടുണ്ട്. ടാബ്ലറ്റിൽ 15%, സിറപ്പിൽ 98% അളവിലാണ് ചേർത്തിരിക്കുന്നത്. ഈ ചന്ദ്രന് സിഗരറ്റ് വലിക്കുന്ന ശീലമുണ്ട്. അറ്റാക്കിന് ശേഷം നിർത്താൻ ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും വലിക്കുന്ന ശീലം അയാൾ ഉപേക്ഷിച്ചിരുന്നില്ല. പിന്നെ ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ചന്ദ്രൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന സിറപ്പ് മാറ്റി വേറെയാണ് ഇത്തവണ ഡോക്ടർ നിർദ്ദേശിച്ചത്. അപ്പോൾ ആ ഡോക്ടറിന് കൊലയാളിയുമായി ബന്ധമുണ്ടാവാം. ഉണ്ടാവാമെന്നല്ല സാർ, ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പുതുതായി കുറിച്ച മരുന്നിൽ വിഷം ചേരുന്നത്? കൊലയാളി തനിയെ പ്ലാൻ ചെയ്തതാണെങ്കിൽ പഴയ ബ്രാൻഡിൽ ഉള്ളതിലല്ലേ ചേർക്കാൻ കഴിയൂ. ഇത് കറക്റ്റാ. എങ്ങനെ മനസ്സിലാക്കി? അതുകൊണ്ട് തന്നെ ആ ഡോക്ടർക്ക് ഇതിൽ പങ്കുണ്ട് എന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ എത്രയും വേഗം അയാളെ ചോദ്യം ചെയ്തേ പറ്റൂ. ഒരുപക്ഷെ അയാളിലൂടെ നമുക്ക് കൊലയാളിയിലേക്ക് എത്താൻ കഴിയും. അവർ വേഗം HR ഹോസ്പിറ്റലിൽ എത്തുന്നു. എന്നാൽ അന്ന് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഹലോ ഡോക്ടർ, എൻ്റെ പേര് ആസിഫ് ഖാൻ, ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്. വരൂ സാർ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോഴാ ഡോക്ടർ ഇന്ന് ഓഫാണെന്ന് അറിഞ്ഞത്. എന്താ സാർ, എന്താ കാര്യം? ഒന്നുമില്ല, ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാ. താങ്കൾക്ക് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നില്ലേ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ട? അറിയുമോ? ആ, അയാളെ എനിക്കറിയാം. എൻ്റെ സ്ഥിരം പേഷ്യൻസിൽ ഒരാളാണ്. ഓക്കെ. അയാളുടെ മരണം ആത്മഹത്യ അല്ല, കൊലപാതകമാണ് എന്ന് പറഞ്ഞ് അവരുടെ ബന്ധുക്കൾ ഒരു പരാതി തന്നിരുന്നു. അന്വേഷണത്തിൽ അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തു. അയാളുടെ ഉള്ളിൽ വിഷം ചെന്നിരിക്കുന്നത് നിങ്ങൾ നൽകിയ ടാബ്ലറ്റ്സിലൂടെയാണ്. അതിന് ഞാൻ... പറയൂ ഡോക്ടർ, ആർക്കു വേണ്ടിയാണ് നിങ്ങളിത് ചെയ്തത്? എന്താ സാർ, എന്തൊക്കെയായി പറയുന്നേ? ഒരു ഡോക്ടറുടെ കടമ രോഗിക്ക് മരുന്ന് കുറിച്ച് കൊടുക്കലാണ്. അതേ ഞാനും ചെയ്തിട്ടുള്ളൂ. അതെങ്ങനെയാണ് കൊലയ്ക്ക് കൂട്ടുനിൽക്കുന്നതാകുന്നത്? മാത്രവുമല്ല, ഞാൻ കുറിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. മരുന്ന് വാങ്ങിയത് ഫാർമസിയിൽ നിന്നാ. പിന്നെങ്ങനെയാ? ഡോക്ടർ നന്നായി വാദിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം. പക്ഷേ ഡോക്ടർ ഞങ്ങളുടെ ഒരു ചോദ്യത്തിന് ഉത്തരം തരണം. ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ കൊലയാളി പല കാര്യങ്ങളും വാച്ച് ചെയ്യും. അയാൾ എന്തൊക്കെ ചെയ്യും, അത് എപ്പോഴൊക്കെ ചെയ്യും എന്നൊക്കെ. ചന്ദ്രൻ്റെ കേസിലും സംഭവം അതൊക്കെ തന്നെയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ സ്ഥിരം കഴിക്കുന്ന ടാബ്ലറ്റ്സ് ഡീറ്റെയിൽസ് എടുത്തതും അതിൽ പോയിസൺ മിക്സ് ചെയ്തതും. പിന്നെ ഇവിടെ ഞങ്ങൾ ഡോക്ടറെ സംശയിക്കാൻ കാരണം വേറൊന്നാണ്. അന്ന് ഡോക്ടർ ചന്ദ്രന് എപ്പോഴും കുറിച്ചു കൊടുക്കാറുള്ള ഒരു മരുന്ന് മാറ്റി മറ്റൊന്നാണ് എഴുതി കൊടുത്തത്. ആ മരുന്നിലാണ് പോയിസൺ കലർന്നിരിക്കുന്നത്. അതെങ്ങനെ കറക്റ്റായി ആ മരുന്നിൽ വിഷം കലർന്നു? സാർ, ഒരു പക്ഷേ മരുന്ന് കൊടുക്കുന്നതിന് മുൻപ് ചെയ്തതാവില്ലേ? ആ കുപ്പി പൊട്ടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെയാ? സത്യമായിട്ടും സാർ, എനിക്കതിൽ ഒരു പങ്കുമില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കറിയില്ല സാർ. അപ്പോഴേക്കും ഓഫീസർ കുമാർ ചന്ദ്രൻ്റെ വീട്ടിലെ ഡ്രൈവറുമായി അവിടേക്ക് വരുന്നു. സാർ, ആ ചന്ദ്രൻ്റെ ഡ്രൈവറെ കൊണ്ടുവന്നിട്ടുണ്ട്. വിളിക്ക്. എന്താ തൻ്റെ പേര്? സനൽ. സനൽ, ഈ മെഡിസിൻസൊക്കെ എവിടെന്നാ വാങ്ങിയത്? അത് ഹോസ്പിറ്റലിൽ നിന്നാണ് സാർ. എപ്പോഴും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. എല്ലാ മെഡിസിൻസും അവിടെ തന്നെയാണോ വാങ്ങിയത്? അതെ സാർ. അവസാനത്തെ മരുന്ന് അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഡോക്ടറെ കൊണ്ട് മാറ്റി എഴുതിച്ച് വാങ്ങി. ആ മരുന്ന് അവിടെ ഉണ്ടായിരുന്നോ? ഉവ്. ഡോക്ടറിന് ഇനി എന്താ പറയാനുള്ളത്? സാർ, എനിക്കൊന്നും അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? സാർ, ആ OP ടിക്കറ്റ് എനിക്കൊന്ന് കാണാവോ? വിനയ്. സാർ. ഡോക്ടർ അത് വാങ്ങി നോക്കുന്നു. സാർ, ഇത് ഞാൻ എഴുതിയതല്ല.
ഇത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല. താൻ വെറുതെ ഉരുണ്ട് കളിക്കണ്ട സാർ, ഞാൻ പറയുന്നത് സത്യമാണ്. അതിനുശേഷം ആ മരുന്നിൻ്റെ പേര് 2-3 പ്രാവശ്യം ഡോക്ടറെ കൊണ്ട് എഴുതിപ്പിക്കുന്നു. OP ടിക്കറ്റിലേതുമായി അത്ര സാമ്യം ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പറയുന്നത് സത്യമാണെന്ന് സമ്മതിക്കാൻ അവരെ കൊണ്ട് കഴിയില്ലായിരുന്നു. കാരണം പിന്നെ എങ്ങനെ ആ മെഡിസിൻസ് കറക്റ്റായി പോയിസൺ കലർന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്തതുകൊണ്ട്. സാർ, ആ ഡോക്ടർക്കിട്ട് 2 പൊട്ടിച്ചാലോ? അപ്പോൾ അയാൾ സത്യം പറയും. ഏയ്, അതൊന്നും വേണ്ട. ആ സനൽ എവിടെ? അയാളെ എന്ന് വിളിക്ക്. സനൽ സാർ. അപ്പോൾ താൻ പറയുന്നത് പഴയ മരുന്ന് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറിനെ കണ്ട് മാറ്റി എഴുതി വാങ്ങിച്ചെന്നാണോ? അതെ സാർ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയത് ചന്ദ്രനാണോ സനലാണോ? അത് ഞങ്ങൾ 2 പേരുമല്ല സാർ. പിന്നെ? അത് ഫാർമസിയിലുള്ള പയ്യനായിരുന്നു. ഫാർമസിയിലുള്ള പയ്യനോ? അതെ സാർ. അതിലെഴുതിയിരിക്കുന്ന മരുന്ന് അവിടെ ഇല്ലെന്ന് പറഞ്ഞു. പുറത്തു നിന്നും വാങ്ങണമെന്നും പറഞ്ഞപ്പോൾ ആ പയ്യൻ പറഞ്ഞു ഈ മരുന്ന് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലെന്നും പുറത്തു പോയി അന്വേഷിച്ചാലും കിട്ടില്ലെന്നുമാണ്. അങ്ങനെ ആ പയ്യൻ തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് മാറ്റി എഴുതി കൊണ്ടുവന്നു. ആ പയ്യനെ ഇനി കണ്ടാൽ താൻ തിരിച്ചറിയുമോ? ആ, അറിയും. വിനയ് സാർ, വണ്ടിയെടുക്ക്. അവർ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. വിനയ്, ഇവിടത്തെ വേണ്ടപ്പെട്ടവർ ആരെന്ന് വെച്ചാൽ അവരെ ഇങ്ങോട്ട് വിളിക്ക്. ഇവിടെ ഫാർമസിയിലെ സ്റ്റാഫുകളെയെല്ലാം ഒന്ന് വിളിക്കണം. സാർ, അതിപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ്. അതുകൊണ്ട് പ്ലീസ് സാർ, ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ അത് ബാധിക്കും. ഓക്കെ. സനൽ സാർ, താൻ പോയി അന്ന് മരുന്ന് തന്ന ആ പയ്യൻ അവിടെയുണ്ടോ ഒന്ന് ചെന്ന് നോക്ക്. ശരി സാർ. സനൽ അവിടെ ചെന്ന് നോക്കി കുറച്ചു സമയത്തിനു ശേഷം തിരിച്ചു വരുന്നു. അവിടെ ആ പയ്യൻ ഇല്ല സാർ. താൻ നല്ലതുപോലെ നോക്കിയായിരുന്നോ? നോക്കി സാർ, അവിടെ ഇല്ല. ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്കൊന്ന് കാണണം. ഗോപൻ സാറിന് അതൊന്ന് കാണിച്ചു കൊടുക്കൂ. ഓക്കെ സാർ. ഓരോ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസിലെയും ഫോട്ടോ സനലിനെ കാണിക്കുന്നു. അതിൽ ജെയിംസ് എന്ന ആളുടെ ഫോട്ടോ കണ്ട് സനൽ ഉറപ്പിക്കുന്നു. സാർ, ഈ പയ്യനാണ്. ഇവനോ? അതെ, ഉറപ്പാണല്ലോ? അതെ സാർ, ഉറപ്പാണ്. ജെയിംസ് ആൽബർട്ട്. ഇയാൾ ഇന്ന് വന്നിട്ടില്ലേ? 4-5 ദിവസമായിട്ട് ഇവൻ വരുന്നില്ല സാർ. കാര്യം കഴിഞ്ഞല്ലോ. വിനയ്, ഇവൻ്റെ ഡീറ്റെയിൽസ് എത്രയും വേഗം എടുക്കണം. സാർ, ഇവിടെ ഫാർമസിയിൽ CCTV ഇല്ലേ? ഉണ്ട് സാർ. ചന്ദ്രൻ ഹോസ്പിറ്റൽ വന്ന ദിവസത്തെ CCTV ഫുട്ടേജ് ഒന്ന് കാണണം. അന്നത്തെ ദിവസത്തെ ഫുട്ടേജിൽ സനൽ മരുന്ന് വാങ്ങുന്നതും സംസാരിക്കുന്നതുമെല്ലാം അതിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കോപ്പി എനിക്ക് വേണം. ശരി സാർ. അതിനുശേഷം ജെയിംസിനെ കുറിച്ച് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചറിയുന്നു. അതിനുശേഷം അവർ തിരികെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തുന്നു. ശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസ്. സാർ, ജെയിംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടി. സാറിന് ഓർമ്മയുണ്ടോ, ഈ കേസിൻ്റെ ആദ്യം നമ്മൾ ഒരു കേസിനെ കുറിച്ച് സംസാരിച്ചത് ഒരു മാധ്യമപ്രവർത്തകൻ്റെയും ഒരു പെൺകുട്ടിയുടെയും മർഡറിനെ കുറിച്ച്? യെസ്, ഞാൻ ഓർക്കുന്നു. അന്ന് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഈ ജെയിംസ്. ഓഹോ, അപ്പോൾ ഈ കൊലയ്ക്കൊക്കെ പിന്നിൽ ജെയിംസ് ആണ് അല്ലേ? അതെ സാർ. താൻ അന്ന് പറഞ്ഞതുപോലെ ആ കൊലപാതകത്തിന് പിന്നിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടവർക്കും ഇനി കൊല്ലപ്പെടാൻ പോകുന്നവർക്കും എന്തോ കണക്ഷനുണ്ട്. ഈ ജെയിംസ് 3 മാസം മുൻപാണ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തത്. ചന്ദ്രൻ മരിച്ചതിന് പിറ്റേ ദിവസം മുതൽ അയാൾ അവിടെ വന്നിട്ടില്ല. 3 മാസത്തെ പ്ലാനിംഗ് ആയിരുന്നു. ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട് എത്ര നാളായി? 4 മാസം കഴിഞ്ഞു. സാർ, ഇപ്പോൾ ഈ കൊലയ്ക്ക് പിന്നിൽ ഡോക്ടർക്ക് പങ്കില്ലെന്നാണോ? ഡോക്ടറിന് ഇതിൽ ഒരു പങ്കുമില്ല. അപ്പോൾ മരുന്നെങ്ങനെ? ചന്ദ്രൻ മാസം തോറും ചെക്കപ്പിനായി ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. ഏകദേശം ഒരേ ടാബ്ലറ്റ് തന്നെയാണ് അയാൾ യൂസ് ചെയ്യുന്നത്. അന്നേ ദിവസം ചന്ദ്രൻ യൂസ് ചെയ്യുന്ന ചുമയ്ക്കുള്ള സിറപ്പ് അവിടുത്തെ ഫാർമസിയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെയൊന്നിൽ വിഷം കലർത്തി അത് കൊടുക്കാനായി കരുതുന്നു. ചന്ദ്രൻ എഡ്യൂക്കേറ്റഡ് ആയ ആളായതിനാൽ സ്വാഭാവികമായും മെഡിസിൻസ് ഒക്കെ കറക്റ്റ് തന്നെ ആണോന്ന് ചെക്ക് ചെയ്ത് നോക്കും. അതുകൊണ്ടാണ് സിറപ്പ് ഡോക്ടർ മാറ്റിയതാണെന്ന് അവരെ പറഞ്ഞ് അവൻ വിശ്വസിപ്പിച്ചു. OP ടിക്കറ്റിൽ മെഡിസിൻ മാറ്റി എഴുതി. അപ്പോൾ മെഡിസിൻ മാറ്റി എഴുതിയത് അതെ, ജെയിംസ് തന്നെ ആയിരുന്നു. എന്നാലും കറക്റ്റായി ആ മെഡിസിൻ എടുക്കാൻ അവൻ്റെ കയ്യിൽ തന്നെ എങ്ങനെ വന്നു? അത് വിനയ് ഈ CCTV വിഷ്വൽസ് നല്ലപോലെ നോക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ. ചന്ദ്രൻ്റെ ടോക്കൺ നമ്പർ കറക്റ്റായി അവൻ്റെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി അയാൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. വിനയ് ആ വിഷ്വൽസ് നല്ലപോലെ ശ്രദ്ധിക്കുന്നു. അതെ സാർ, തെളിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞല്ലോ സാർ. ഇനി ജെയിംസിനെ പൊക്കാമല്ലോ. അതിന് അവനിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ.